ഹായ്, നമുക്ക് ഇന്നോല് മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ഇൻസ്റ്റോൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റേത് പ്രോജക്റ്റ് മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് സ്റ്റാൻഡേർഡ് പ്രോജക്റ്റ് ആണ് 2019. നിങ്ങളുടേത് കുറച്ചുകൂടി കൂടിയ വെർഷനാവാം, ചിലപ്പോൾ കുറേ വെർഷനാവാം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിലുണ്ടാകും. പക്ഷേ നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എല്ലാം സെയിം തന്നെയാണ്. അത് ഓരോ വേർഷൻ കൂടുന്തോറും അതിൻ്റെ കപ്പാസിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടുന്നു മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയേണ്ടത് നമുക്കിപ്പോൾ പ്രോജക്റ്റ് MSP എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടി അറിയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു. പ്രോജക്റ്റ് ഇപ്പോൾ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോജക്റ്റ് ഓണായി വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവമാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരു ഡിസ്പ്ലേ വരും. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്ത പ്രോജക്റ്റുകൾ വന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്നു അതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വരും, പിൻ ചെയ്ത് വരും. അതിൽ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ മുകളിൽ ഞാനിപ്പോൾ ടച്ച് ചെയ്തേക്കണമെങ്കിൽ പിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൽ നമ്മൾ ഇവിടെ പിൻ ദിസ് ഡോക്യുമെൻറ്റ് റീസെൻറ്റ് പ്രോജക്ട്സ് എന്നുള്ള പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആദ്യമായിട്ട് തന്നെയൊക്കെ ഇത് ഏറ്റവും മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, ഞാനത് പിൻ ചെയ്യുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പിൻ ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ ഓൾറെഡി ഒരെണ്ണം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരെണ്ണം ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഞാനിപ്പോൾ ഇങ്ങനെ പിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതങ്ങനെ. പിന്നെ രണ്ടാമത് നമുക്ക് കാണുന്നത് ഈ ലെഫ്റ്റിൽ ഇപ്പോൾ ഈ ബ്ലാങ്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ബ്ലാങ്ക് പ്രോജക്റ്റ് വരും. ബാക്കി ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിൽ നിന്ന് ഒരു വേറെ സംഭവം പുതിയതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇത് ക്ലിക്ക് ചെയ്യാൻ അതിൽ വരും. ഇത് ഓരോ ടെംപ്ലേറ്റ്സ് ആണ്. ഈ ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരു കമ്പനി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ, ക്രിയേറ്റ് എ ബഡ്ജറ്റ്, ഏണിംഗ് വാല്യൂ, റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ. നമുക്ക് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ നമുക്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റേതായ അതായത് സ്റ്റാർട്ട് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്നുള്ള അവിടെ എഴുതാൻ പറയും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇന്നത്തെ ഡേറ്റ്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റിന് കൊടുത്തു നോക്കാം വെറുതെ. ഓൾറെഡി ഇതൊരു ഫീഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഫൈനലൈസ് പ്ലാൻസ് ആൻഡ് ഡെവലപ്പ് എസ്റ്റിമേറ്റ് വിത്ത് ഓണർ. ഇത് സാധാരണ ഒരു വീട് പണിയണമെങ്കിൽ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അവർ ഫീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഓൾറെഡി ഓണായി വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ടാസ്കിലുള്ള ഇതാണ് ടാസ്ക് നെയിം എന്നുള്ള ടാസ്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കൊക്കെ ആഡ് ചെയ്താൽ മതി. ഇതൊരു എക്സാമ്പിളായിട്ട് തന്നു മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അത് ഡിപ്പെൻസ് അപ്പോൺ പ്രോജക്റ്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം വീടിൻ്റെ ആണെങ്കിൽ തന്നെ ഇത് തന്നെ കുറേ മാറ്റങ്ങൾ വന്നിരിക്കും. ചിലപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതൊരു എക്സാമ്പിൾ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ബ്ലാങ്ക് പ്രോജക്റ്റ് എടുക്കുകയാണ്. ബ്ലാങ്ക് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ലെഫ്റ്റിൽ ഫയൽ എന്ന് പറഞ്ഞ് കാണാം. ഈ അടിയിൽ കാണുന്ന ഈ സാധനമൊക്കെയാണ് റിബൺ എന്ന് പറയുന്നത്. റിബൺ നമ്മളിപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് മാക്സിൽ ഉപയോഗിച്ചവർക്ക് അത് പറഞ്ഞതിൻ്റെ കാര്യമില്ല. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, ഇതെല്ലാം റിബണാണ്. കാണുന്ന റിബണാണ്. ഇത് ടൂൾ ബാർ ഏറ്റവും മുകളിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഫയൽ എന്നുള്ള അതിൻ്റെ മുകളിലുള്ളത് നമുക്ക് ക്വിക്ക് അക്സസ് ചെയ്യുന്ന ഒരു ബാറാണ്, ടൂൾ ബാറാണ്. ഇതും ടൂൾ ബാർ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് അക്സസ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ ബാറിൽ നിന്ന് എടുക്കാം. അതാണ് ഉദ്ദേശിച്ചതിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ തുടക്കത്തിൽ ഈ ഫയൽ എന്നുള്ള സ്ഥലം ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് കാണുന്ന ഇൻഫോ കാണാം. ഇൻഫോ എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഇൻഫോ ആണ് കംപ്ലീറ്റ്. പ്രോജക്റ്റിനെ പറ്റി എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ അതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. കറണ്ട് ഡേറ്റ്, സ്റ്റാറ്റസ് ഡേറ്റ്, പ്രോജക്റ്റ് കലണ്ടർ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങി ഞാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ബ്ലാങ്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നേരത്തെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാവുന്നേ ഉള്ളൂ. സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. സേവസ്, പ്രിൻറ്റ്, ഷെയർ, ഇതൊക്കെ പറഞ്ഞിട്ട് എക്സ്പോർട്ട്, ക്ലോസ്, അക്കൗണ്ട് എന്നുള്ളത് ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ഇതിപ്പോൾ എൻ്റെ നോക്കിയ മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് സ്റ്റാൻഡേർഡ് 2019 എന്നാണ്. ഇതിൽ എന്താണ് ഇതിൻ്റെ വേർഷൻ, ഇതെല്ലാ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ളേ ഉള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്കുള്ളത് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസ് നമുക്ക് എപ്പോഴും ആവശ്യം വരാറുണ്ട്. ഓപ്ഷൻസ് പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിൽ ഓപ്ഷൻസ് നമുക്ക് എപ്പോഴും ആവശ്യം വരും. ആ ഓപ്ഷൻസിൽ നമുക്ക് കാണാം ജനറൽ, ഡിസ്പ്ലേ, ഷെഡ്യൂൾ, പ്രൂഫിംഗ്, സേവ്, ലാംഗ്വേജ്, അഡ്വാൻസ്ഡ്, കസ്റ്റമൈസ് റിബൺ. ഇപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞ റിബൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ് ഞാൻ ഏറ്റവും പറഞ്ഞ ഈ മുകളിൽ കാണുന്ന ടൂൾ ബാറാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓഡിയൻസ്, ട്രസ്റ്റ് സെൻറ്റർ. സോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്. എന്നാലും ജനറലായിട്ടെന്ന് പറയുകയാണ് ഇതിൽ ഇപ്പോൾ എന്താണോ നമ്മൾ ജനറലായിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്, നമ്മുടെ പ്രോജക്റ്റ് പുറത്തുള്ള ഈ പ്രോജക്റ്റുള്ള ഡിസ്പ്ലേയിൽ കാണുന്ന എല്ലാം ഗൺ ചാർട്ടാണ് വരുന്നത് വിത്ത് ടൈം ലൈൻ. ഡേറ്റ് ഫോർമാറ്റ്, ഈ ഫോർമാറ്റ് January 2809. അത് നമ്മളിപ്പോൾ ജാനുവരി കഴിഞ്ഞിട്ട് ജാനുവരി 28/01 2009 എന്ന് വേണമെങ്കിൽ ഇടണം, അങ്ങനെ ഇടാം, എന്തെങ്കിലും ഇടാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇന്നത്തേക്ക് ഞാൻ ഇത്രയും വയ്ക്കുകയാണ്. നമ്മൾ കുറച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത് ഞാൻ തീർക്കുകയാണ്. ബാക്കി നമുക്ക് പിന്നെ കാണാം.